കഴിഞ്ഞ IFFKക്ക് ശേഷം ഏറ്റവും അധികം ആളുകൾ ഗംഭീര അഭിപ്രായം പറഞ്ഞു കേട്ട സിനിമയായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ. കഴിഞ്ഞ ദിവസമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ദുൽഖർ സൽമാന്റെ വേഫ്രർ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും പറഞ്ഞു വെക്കുന്ന ആശയത്തിൽ വലിയൊരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. മുസ്ലിം സമുദായത്തിനിടയിലെ പ്രാകൃതമായ ചില വിശ്വാസ രീതികളും അതിലെ മണ്ടത്തരങ്ങളും ഒക്കെ തുറന്നു കാണിക്കുന്നുണ്ട് സിനിമ. പൊട്ടിച്ചിരിക്കാനുണ്ട്, അതേസമയം ഒരുപാട് ചിന്തിക്കാനുമുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ കാലങ്ങളായി നമ്മുടെ വീടുകളിൽ കണ്ടു പരിചയമുള്ള ആൺ സ്വഭാവത്തിന്റെ അസഹനീയത തുറന്നു കാണിക്കുന്നുണ്ട് സിനിമ എന്നതാണ്. കയ്യെത്തുന്ന ദൂരത്ത് ഫാനിന്റെ സ്വിച്ച് ഉണ്ടെങ്കിലും അടുക്കളപ്പുറത്തിന് അപ്പുറമുള്ള സ്ത്രീയെ വിളിച്ചു വരുത്തി ആ ഫാൻ ഇടിപ്പിക്കുന്ന വീട്ടിലെ പുരുഷൻ, കുടിച്ച വെള്ളത്തിന്റെ ഗ്ലാസ് ഒന്ന് അടുക്കളയിൽ കൊണ്ടുവെക്കാൻ പോലും കെൽപ്പില്ലാത്ത പുരുഷൻ, ഒടുക്കം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ താനിത് ചെയ്യില്ല എന്ന് നിലപാടെടുക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയാതെ ആശങ്കപ്പെടുന്ന പുരുഷനെയും ഈ ചിത്രം കാണിച്ചു വെക്കുന്നുണ്ട്. മലയാളികൾക്കിടയിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ഫെമിനിസം. മുൻപ് ഒരു ശ്രമം നടത്തിയത് ജിയോ ബേബിയാണ്. പക്ഷെ തലവഴി ചാണകവെള്ളം ഒഴിക്കുന്ന ആ രംഗമൊന്നും ആ മലയാളികളെ സംബന്ധിച്ച് അത്രത്തോളം കൺവിൻസ്ഡ് ആയിരുന്നില്ല. പക്ഷെ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സട്ടിലാണ്. ഫാത്തിമയ്ക്ക് നടുവേദന ഇല്ലാതെ കിടക്കാൻ ഒരു ബെഡ് വേണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫാത്തിമയ്ക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനത്തിനും കഷ്ടപ്പാടിനും പരിധിയില്ല. ചിത്രത്തിന്റെ ട്രെയിലറിൽ ഒരു രംഗമുണ്ട്. മദ്രസ അധ്യാപകനായ ഭർത്താവ് ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, നീ ഫെമിനിച്ചിയാണോ എന്ന്. അതിന് ഫാത്തിമ അതെ എന്ന് മറുപടി നൽകുന്നുണ്ട്. ഏറ്റവും ബേസിക് ആയ ഒരു ആവശ്യം നേടിയെടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ പേരിൽ ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത ഫാത്തിമ ഫെമിനിച്ചിയായി മാറുന്നത് കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ കഥ. ഫെമിനിച്ചി ഫാത്തിമ ഒരു സ്ത്രീയുടെ കഥയാണ്. സിനിമ കാണാൻ പോകുമ്പോൾ വീട്ടിലെ അച്ഛനെയും അമ്മാവനെയും അനിയനെയും എല്ലാം ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം. കാരണം വീട്ടിലെ പുരുഷന്മാർ കണ്ടിരിക്കേണ്ട സിനിമ കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ. മോളിവുഡിന്റെ റെക്കോർഡ് കളക്ഷൻ ബ്രേക്ക് ചെയ്ത് തിയേറ്ററുകളിൽ തുടരുന്ന ലോക തിയേറ്ററുകളിലേക്ക് എത്തിച്ച ദുൽഖർ സൽമാൻ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോടി ക്ലബ്ബുകളുടെ ആഘോഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ മുങ്ങിപ്പോകരുത്. എല്ലാവരും തിയേറ്ററിലെത്തി തന്നെ ചിത്രം കാണണം.